ഹായ് ഓൾ, മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെൽഫ് ലവിനെ കുറിച്ചും നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു അല്ലേ? ആ വീഡിയോയ്ക്ക് താഴെ 1-2 ആളുകൾ എന്നോട് ചോദിച്ചു, എനിക്ക് സ്നേഹിക്കണമെന്നുണ്ട്, പോസിറ്റീവ് ആയിരിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എപ്പോഴും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചും സങ്കടപ്പെട്ടുമൊക്കെ ഇരിക്കാനാണ് എനിക്ക് തോന്നുന്നതെന്ന്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് പോലും മണിക്കൂറുകളോളം ചിന്തിച്ച് വരാനിരിക്കാത്ത പ്രശ്നങ്ങളെ ഓർത്ത് പേടിച്ച് ഉറക്കം കളഞ്ഞിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ് അഥവാ അമിത ചിന്ത എന്ന ആ വലിയ കുരുക്കിലാണ്. സത്യം പറഞ്ഞാലേ, നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിനും തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ വില്ലനാണിത്. അമിതമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുക മാത്രമല്ല, നമ്മുടെ വൈബ്രേഷൻ വല്ലാതെ താഴുകയും ചെയ്യുന്നു. ലോ വൈബ്രേഷനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അമിത ചിന്തകളെ എങ്ങനെ പടിപടിയായി കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ്. വെറുതെ ഒരു ഉപദേശമൊന്നും അല്ല കേട്ടോ, മറിച്ച് എൻ്റെ ജീവിതത്തിലും എനിക്ക് ഗുണകരമായി തോന്നിയ ചില പ്രായോഗിക വഴികളാണ്. എന്തായാലും ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എന്താണ് ഓവർ തിങ്കിങ്? ഇതൊരു രോഗമല്ല, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശീലമാണ്. ഒരു ചെറിയ കാര്യത്തെ 100,000 കഷ്ണങ്ങളായി മുറിച്ച് വരാനിരിക്കാത്ത പ്രശ്നങ്ങളെ ഓർത്ത് പേടിക്കുന്നൊരവസ്ഥയാണിത്. നമ്മളെ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലെവല് വല്ലാതെ താഴുന്നു. ഈ അവസ്ഥയിൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ഓവർ തിങ്കിങ് 2 തരത്തിലുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കടം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പേടി. ഒരു എക്സാമ്പിൾ പറയാവേ. അന്ന് അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുകയല്ലേ? അല്ലെങ്കിൽ നാളെ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് 2 കാര്യങ്ങൾ. ഈ 2 ചിന്തകളും നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇന്നലെ അല്ലെങ്കിൽ നാളെ എന്നുള്ളത് നമ്മളെ നശിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ എന്നത് മാത്രമാണ് ഒരു സത്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. റൂമിനേഷൻ എന്ന കുരുക്ക്, ഒരു ചിന്ത തന്നെ വട്ടമിട്ട് വരുന്നത് എങ്ങനെ നമുക്ക് തടയാൻ നോക്കാം. ഒരു ചിന്ത മനസ്സിനെ ഇങ്ങനെ അലട്ടി തുടങ്ങുമ്പോൾ തന്നെ ഉടനെ എഴുന്നേറ്റ് മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീടിനകത്തൂടെ നടക്കുവോ, വീടൊന്ന് വൃത്തിയാക്കുവോ, ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുമോ? അതല്ല, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഗാർഡനിങ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ മനസ്സിനെ മറ്റൊരു ടാസ്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ് സ്വാഭാവികമായിട്ടും കുറയും. പിന്നെ ഉണ്ട് ഒരു 19 സെക്കൻഡ് നിയമം എന്ന് പറയും. ശാസ്ത്രീയമായിട്ടൊരു വികാരം നമ്മുടെ ഉള്ളിലേക്ക് നിൽക്കുന്നത് 90 സെക്കൻഡ് മാത്രമാണ്. ബാക്കി സമയത്തിൽ നമ്മൾ അതിനെ ചിന്തിച്ച് വലുതാക്കുന്നതാണ്. ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ആ 90 സെക്കൻഡ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനോട് പൊരുതാതെ, പിന്നെ അതിനോട് സംസാരിക്കാതെ അതിനെ പോകാൻ അനുവദിക്കുക. നമ്മൾ ക്യാൻസൽ എന്ന് പറയുക നെഗറ്റീവ് ചിന്തകളോട്. അതിന് ഒരു റൈറ്റിംഗ് തെറാപ്പി ഉണ്ടേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ ഒരു പ്രത്യേക സമയം മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെന്താ ചിന്തിക്കാൻ ഒരു പ്രത്യേക സമയമാണെന്നോ? ഉദാഹരണത്തിന്, വൈകുന്നേരം 5 മണിക്ക് ഒരു 15 മിനിറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് നമ്മൾ മനസ്സിലങ്ങ് തീരുമാനിക്കുക. ബാക്കി സമയങ്ങളിൽ ഈ ചിന്ത വരുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ഇതിനെക്കുറിച്ച് 5 മണിക്ക് ആലോചിക്കുക എന്നല്ലേ നമ്മൾ മനസ്സിനോട് പറഞ്ഞത്? അപ്പം 5 മണിക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് മനസ്സിൽ നമ്മൾ കൃത്യമായി പറയുക. അല്ലാതെയുള്ള സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ ഇതിനെക്കുറിച്ച് മാക്സിമം ചിന്തിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ബ്രെയിൻ ഡംപ്, ഉറങ്ങുന്നതിന് മുന്നേ
മനസ്സിലുള്ള എല്ലാ പേടികളും ഒരു ഡയറിയിൽ എഴുതി വെക്കുക. മനസ്സിലെ വലിയൊരു ഭാരം പേപ്പറിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ ഭാരങ്ങളൊക്കെ ഡയറിനേക്കാളും നല്ലതൊരു പേപ്പറാണ് കേട്ടോ. കാരണം പേപ്പർ നമുക്ക് കത്തിച്ച് കളയാൻ വേണ്ടി പറ്റും. ഇനി മാനിഫെസ്റ്റേഷനും അതുപോലെ മൈൻഡ്ഫുൾനെസ്സും തമ്മിലുള്ളൊരു കണക്ഷൻ നമുക്ക് നോക്കാം. ഈ ഓവർ തിങ്കിങ് മാറുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ഈ ശാന്തതയിലാണ് വിഷ്വലൈസേഷൻ നടക്കുന്നത്, അത് ഫലപ്രദമാകുന്നത്. ഒരു ചെറിയ മെഡിറ്റേഷൻ നമുക്ക് നോക്കാം. ദീർഘമായി ഒന്ന് ശ്വസിക്കുക. നമ്മൾ ശ്വസനത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ മാറും. എന്നിട്ട് പറയുക, എൻ്റെ മനസ്സ് ശാന്തമാണ്, എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. ഇത് നമ്മൾ റിപ്പീറ്റ് അടിച്ച് പറയുക. എൻ്റെ മനസ്സ് ശാന്തമാണ്, എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ അഫർമേഷൻ നമ്മൾ ശീലിക്കണം. മാറ്റവേ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, സമയമെടുക്കും. സ്വയം പഴിചാരുന്നത് നിർത്തുക. മാനിഫെസ്റ്റേഷനെ കുറിച്ചും പോസിറ്റീവ് ലൈഫിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കും കേട്ടോ.